ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ DHA ജേണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. DHA എന്ന് പറയുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ നേഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവർക്കും സെപ്പറേറ്റ് എക്സാംസ് ദുബായ് ഹെൽത്ത് അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈസൻസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെയും വർക്ക് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ടിപ്പിക്കൽ വേയിൽ ഈസി ആയിട്ട് വിത്തൗട്ട് ടെൻഷൻ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. സോ അതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എക്സാം, സെക്കൻഡ് ഡേറ്റ ഫ്ലോ. മറ്റുള്ള എക്സാംസിനെ അപേക്ഷിച്ച് DHAക്ക് അവരൊരു കൺസിഡറേഷൻ തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സാം ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ എക്സാംസിനെ കുറിച്ച് പറയാം. DHA എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 75 to 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. 2 സെക്ഷനായിട്ടാണ് വരുന്നത്, A and B സെക്ഷൻ. ഇതിനകത്ത് ആയുർവേദ സെഷൻ സെപ്പറേറ്റ്, മോഡേൺ സെഷൻ സെപ്പറേറ്റ് അങ്ങനെയില്ല. A സെക്ഷനിൽ തന്നെ ആയുർവേദവും മോഡേണും മിക്സ്ഡ് ആയിരിക്കും, B സെക്ഷനിലും ആയുർവേദവും മോഡേണും മിക്സ്ഡ് ആയിരിക്കും. നമ്മൾ എക്സാം എഴുതി വിത്തിൻ 6 hours നമ്മുടെ മെയിലിലോട്ട് നമ്മുടെ റിസൾട്ട് വരും. അത് വരുന്നത് 4 സെക്ഷനായിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ആയുർവേദ, സെക്കൻഡ് വൺ ഈസ് മോഡേൺ, തേർഡ് വൺ ഈസ് ഇമേജ് ക്വസ്റ്റ്യൻസ്, ഫോർത്ത് വൺ ഈസ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എക്സ്റേ, MRI തുടങ്ങിയ സെക്ഷൻ. സോ ഈ 4 സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് 60% എബോ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുന്നുള്ളൂ. ഒരു സെക്ഷന് 60%, മറ്റൊരു സെക്ഷന് 30, മറ്റൊരു സെക്ഷന് 40, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പാസ്സാവുന്നില്ല. 4 സെക്ഷനും സെപ്പറേറ്റ് 60% നമുക്കുണ്ടാവണം. നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയാം. DHAൻ്റെ സൈറ്റിൽ ഡയറക്റ്റായിട്ട് കയറിയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാസ്പോർട്ട്, പിന്നെ പേയ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റും ടൈമും സ്ക്രീനിൽ കാണിക്കും. പിന്നെ ഏത് പ്ലേസാണ് നമുക്ക് എക്സാമിന് വേണ്ടത് അതും കാണിക്കും. സോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം, ടൈം സെലക്ട് ചെയ്യാം, പ്ലേസ് സെലക്ട് ചെയ്യാം. നോർമലി ഒരു മാസത്തിൽ എല്ലാ ദിവസവും എക്സാംസ് ഡേറ്റുകൾ ഉണ്ടാവാറുണ്ട്. വളരെ ചുരുങ്ങിയ 1-2 ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടാവാതെ ഉള്ളത്. എക്സാം ടൈംസ് മോർണിംഗ് 8 o'clock സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2 hours ഗ്യാപ്പ് ഇട്ട് അവർ എക്സാം ടൈംസും അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പേയ്മെൻറ്റ് എനിക്കായത് ഒരു 20K നിയർ ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഏജൻസി ത്രൂ ആണ് ചെയ്തത്. പക്ഷേ വിത്തൗട്ട് ഏജൻസി ആണെങ്കിൽ ഒരു 3000 to 4000 രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടും. പക്ഷേ കോൺഫിഡൻസ് ആയിട്ടുള്ളവർക്ക് നമുക്കതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യുക. അതർവൈസ് ഡിപ്പെൻഡ്സ് ഓൺ ഏജൻസി. ഇത് നമ്മുടെ എക്സാം സെക്ഷൻ. സെക്കൻഡ് വൺ ഈസ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഫ്ലോ ആണ് കുറച്ച് ടൈം എടുക്കുന്നത്, ബിക്കോസ് നമുക്കതിന് കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് വൺ ഈസ് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തേർഡ് വൺ ഈസ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് തരേണ്ടത്. അത് നമ്മൾ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിനകത്ത് അത് ഓപ്പൺ ആക്കുമ്പോൾ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 5000 ആണ് അതിൻ്റെ പേയ്മെൻറ്റ്. പേ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൽ റീസൺ അവർ ചോദിക്കുന്നുണ്ട്. ഫോർ DHA എക്സാം എന്ന് പറഞ്ഞാൽ മതിയാവും. വിത്തിൻ 15 days, 15 ദിവസത്തിനുള്ളിൽ നമുക്കത് സൈറ്റിൽ തന്നെ വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് BLS സർട്ടിഫിക്കറ്റ് ആണ്. BLS എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാമെന്നുള്ള CPR തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. നോർമലി പല മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ 3 days കോഴ്സായിട്ടും 1 month കോഴ്സായിട്ടും ഒക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റും വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ പോയി അപ്ലൈ ചെയ്തിട്ട് 3 days കോഴ്സിനൊക്കെ ചേർന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 year സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്.
3 ഇയർ ബാക്കുള്ളൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 5 ഇയർ ബാക്കുള്ളൊരു സർട്ടിഫിക്കറ്റോ അലൗഡ് അല്ല. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 ഇയർ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ആയിരിക്കണം. ഈ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏത് ഹോസ്പിറ്റലായാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അടുത്തടുത്തിട്ടുള്ള 2 ഇയർ ആയിരിക്കണം. പിന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അവർ പറയുന്നത്. സോ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിലായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പ്രൊഫൈൽ DHAൻ്റെ പ്രൊഫൈൽ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ DHA എക്സാം നമ്മൾ പാസ്സാവുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും ഒരു പേപ്പർ നമ്മുടെ മെയിലിൽ വരാറുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യാം. സോ വിത്തിൻ 1 മന്ത് അവർ നമുക്കൊരു റിപ്ലൈ തരും. ആ പേപ്പറാണ് ആക്ച്വലി ഡേറ്റ ഫ്ലോ പേപ്പർ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ലൈസൻസ് അല്ല, ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് മാത്രമാണ്. ഈ പേപ്പറുമായിട്ടാണ് നമ്മൾ ദുബായിൽ ജോബിന് വേണ്ടി പോകേണ്ടത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജോബ് കിട്ടുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഡേറ്റ ഫ്ലോ ചെയ്ത പേപ്പേഴ്സ് ചോദിക്കും. അപ്പോൾ ഈ പേപ്പർ കൊടുക്കുന്നു. ഈ പേപ്പർ വെച്ചിട്ട് ആ ഹോസ്പിറ്റൽ ത്രൂ ആണ് നമ്മുടെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് ലൈസൻസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ഇയർ നമുക്ക് ആ ലൈസൻസ് വെച്ച് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് 2 ഇയർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ലൈസൻസ് റിന്യൂ ചെയ്യണം. ഇതാണ് അതിൻ്റെ വേ ഓഫ് പോകുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഡേറ്റ ഫ്ലോൻ്റെ പേപ്പർ കിട്ടി. വിത്തിൻ 2 ഇയർ നമ്മളൊരു ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തിരിക്കണം. അതിൻ്റെ വാലിഡിറ്റി ആയിട്ട് പറയുന്നത് 2 ഇയർ ആണ്. 2 ഇയറിനുള്ളിൽ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ ലൈസൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായിട്ട് പോകും. ഇനി മറ്റൊരു കാര്യം, DHA എന്ന് പറയുന്നത് ദുബായ്ക്ക് വേണ്ടി മാത്രമുള്ള എക്സാമാണ്. UAEയിൽ കുറച്ചധികം സ്റ്റേറ്റ്സ് ഉണ്ട്. ദുബായ്, ഷാർജ, അബുദാബി, അജ്മാൻ തുടങ്ങിയവ. ഇവർക്കെല്ലാവർക്കും സെപ്പറേറ്റ് എക്സാംസും ഉണ്ട്. ദുബായ്ക്ക് വേണ്ടി DHA ആണെങ്കിൽ ഷാർജ, അജ്മാൻ പോലെ MOH ആണ്. അബുദാബിക്ക് വേണ്ടി ഹാർഡാണ്. ഇങ്ങനെ എക്സാംസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ MOH അല്ലെങ്കിൽ DHA ആണ് അറ്റൈൻ ചെയ്തതെങ്കിൽ നമുക്ക് പക്ഷേ ദുബായിൽ ജോബ് കിട്ടിയില്ല, നമുക്ക് അജ്മാനിൽ ജോബ് കിട്ടിയെങ്കിൽ നമുക്ക് DHA ലൈസൻസ് MOH ലൈസൻസായിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് പേയ്മെൻറ്റ് സെപ്പറേറ്റ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സാം നമുക്ക് ചെയ്യേണ്ടതില്ല. ലൈസൻസ് പേ ചെയ്തിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് അങ്ങനൊരു കൺസിഡറേഷൻ കൂടെ DHA നമുക്ക് നൽകുന്നുണ്ട്. ഇതാണ് DHAൻ്റെ വേ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് ഏജൻസി ഡയറക്റ്റായിട്ടും നമുക്ക് മൂവ് ചെയ്യാം, അല്ല ഡിപ്പെൻസ് ഓൺ ഏജൻസി നമുക്ക് മൂവ് ചെയ്യാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എക്സാം അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു കോച്ചിങ് ഏറ്റവും നല്ലതാണ്. 2 months കോച്ചിങ് ഒക്കെയാണ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഒത്തിരി വാസ്റ്റാണ്. DHAൻ്റെ സിലബസ് ആണെങ്കിലും MOHൻ്റെ ആണെങ്കിലും. MOH വരുമ്പോൾ ആയുർവേദ, മോഡേൺ മാത്രമല്ല, യുനാനി, ഹോമിയോ, നാച്ചുറോപ്പതി, ചൈനീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വൈവയും വരുന്നുണ്ട്. DHA വരുമ്പോൾ ആയുർവേദവും മോഡേണും പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങൾ മാത്രമാണ് അതിനകത്തും വരുന്നത്. പക്ഷേ എങ്കിലും വാസ്റ്റാണ്. സോ ഡിപ്പെൻസ് ഓൺ ഒരു ടീച്ചിങ് ഗൈഡിനെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എക്സാംസ് ഒന്നും ഇല്ലാതെയും നമുക്ക് പല രീതിയിലും പല സെക്ഷനിലായിട്ടും ഒക്കെ ജോബ് ചെയ്യാൻ പറ്റാറുണ്ട്. ദുബായ് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണെങ്കിലും എക്സാം വേണം. പക്ഷേ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പോയി ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അണ്ടറിൽ ഒരു ഡോക്ടറിനെ എടുത്തിട്ട് DHA പാസ്സായിട്ടുള്ളൊരു ഡോക്ടറിനെ എടുത്ത് ആ ഡോക്ടറിൻ്റെ അണ്ടറിൽ നമുക്ക് ആ ലൈസൻസ് വെച്ച് ഹോസ്പിറ്റൽ മൂവ് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. പക്ഷെ നമുക്കവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു മാനേജറായിട്ട് ആ ഹോസ്പിറ്റലിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ DHA ഇല്ലാണ്ട് വരുന്ന അല്ലെങ്കിൽ ഒരു എക്സാംസും ഇല്ലാതെ പോകാൻ പറ്റുന്ന കൺട്രീസും ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് പോകാൻ നിൽക്കുക. അതല്ലാതെ കുറേ ഏജൻസി ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് കുറേ പേയ്മെൻറ്റ് കൊടുത്ത് അവസാനം നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എഗ്രിമെൻറ്റും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയൊരു സിറ്റുവേഷൻ വരിക, സഫർ ചെയ്യുക, അവസാനം ലൈഫ് തന്നെ വേണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥകളിലോട്ട് മൂവ് ഓൺ ചെയ്യാതിരിക്കുക. ബിക്കോസ് നമ്മളെ ഒരാൾക്ക് വേണമെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ജോബ് പ്ലേസിൽ നമ്മളെ വേണമെങ്കിൽ അവർ നമുക്ക് വിസ തരും, ടിക്കറ്റ് തരും, ഏറ്റവും നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. സോ എൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഭയങ്കര സ്റ്റേബിൾ ആയോ എന്ന് ചോദിച്ചോ ഇല്ല. ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഞാൻ സ്റ്റേബിൾ ആയിട്ടുമില്ല. പക്ഷേ ഞാൻ റിലാക്സ്ഡ് ആണ്.
ഒത്തിരി അധികം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ലൈഫിൽ. പക്ഷേ ഇപ്പോൾ റിലാക്സ്ഡ് ആണ്, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസും കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ എൻ്റെ ജേണി ഇത്ര ധൈര്യത്തിൽ ഒരു യൂട്യൂബിലോട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോട്ട് ഷെയർ ചെയ്യുന്നത് തന്നെ. സോ എനിക്കിഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ആയുർവേദ സെക്ഷനാണ്, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഗൈനക്കോളജി ഹോസ്പിറ്റലാണ്. സോ ഡെലിവറി, ഇപ്പോൾ ജനിച്ച മക്കൾ, അവരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ, മീൻസ് നല്ല കാര്യങ്ങളും നെഗറ്റീവ്സും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ എല്ലാം കാണുമല്ലോ. പക്ഷേ ഞാനത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ ഐ ആം ഹാപ്പി. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. അബ്രോഡ് പോകാൻ കഴിയുന്ന എല്ലാവരും മാക്സിമം വേഗത്തിൽ എക്സാംസ് ആണെങ്കിൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാം. നാളെ ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തരട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അബ്രോഡ് പോയാലേ ഞാൻ സെറ്റ് ആവും എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ദെൻ മൂവ് ഓൺ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എക്സാംസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആ ടൈമിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ആ എക്സാംസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. വേറൊരു വഴിയിലോട്ട് അല്ലെങ്കിൽ വേറൊരു വഴിക്കുള്ള വാതിൽ ദൈവം തുറന്നു തരും. സോ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും DHAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഓഫർ കിട്ടിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. താൻ പാതി ദൈവം പാതിയാണല്ലോ, ബാക്കി ദൈവം ചെയ്തോളൂ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, സുഖമായിരിക്കൂ. ബൈ.